എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 58ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ കണ്ടു, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ത്രിശങ്കു എന്നു പേരുള്ള രാജാവ് വസിഷ്ഠന്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ വസിഷ്ഠന്റെ പുത്രന്മാരെ കണ്ടിട്ട് തനിക്ക് ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള മോഹം അവതരിപ്പിക്കുകയാണ്. വസിഷ്ഠൻ പരിത്യജിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങളല്ലാതെ വേറെ ആരും എനിക്ക് ആശ്രയമില്ല എന്ന് ത്രിശങ്കു ഈ വാസിഷ്ഠന്മാരോട് പറയുകയും ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. 1-ാമത്തെ ശ്ലോകം നോക്കാം. തതസ്ത്രിശങ്കോർവചനം ശ്രുത്വാ ക്രോധസമന്വിതം ഋഷിപുത്രശതം രാമ രാജാനമിതമബ്രവീത്. തതഃ അതിനുശേഷം ത്രിശങ്കോഹോ വചനം ശ്രുത്വാ ത്രിശങ്കുവിന്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞതിന് ശേഷം ക്രോധസമന്വിതം ഋഷിപുത്രശതം, ക്രോധസമന്വിതം അതായത് ദേഷ്യം വന്ന് ഭവിച്ചവരായ 100 ഋഷിപുത്രന്മാര്, അത് പ്രഥമ ഏകവചനാണ്, നപുംസകലിംഗത്തിൽ പറഞ്ഞു എന്നേയുള്ളൂ. ക്രോധം വന്നു ചേർന്നവരായ ഋഷിമാരുടെ പുത്രശതം 100 ഋഷിപുത്രന്മാര് രാജാനം ഇതം അബ്രവീത്. അല്ലയോ രാമ, രാജാവിനോട് അവരിപ്രകാരം ത്രിശങ്കുവിനോട് അവരും പറഞ്ഞു. അവർക്ക് കഠിനമായിട്ട് ദേഷ്യം വന്നു. അച്ഛൻ പരിത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങടാണോ വരിക എന്നുള്ള രീതിയിൽ അവര് ത്രിശങ്കുവിനോട് സംസാരിക്കുകയാണ്. നമുക്ക് 2-ാമത്തെ ശ്ലോകം നോക്കാം. പ്രത്യാഖ്യാതോസി ദുർമേധാ ഗുരുണാ സത്യവാദിനാ തം കഥം സമതിക്രമ്യ ശാഖാന്തരമുപേയുവാൻ. ഹേ ദുർമേധാ, അല്ലയോ ദുർമേധസേ, അതായത് കുബുദ്ധി. ദുർമേധ എന്ന് പറഞ്ഞാൽ കുബുദ്ധിയായിട്ടുള്ളവനെ, നീ എന്താ ചെയ്തിരിക്കുന്നത്? സത്യവാദിന ഗുരുണ പ്രത്യാഖ്യാത അസി, സത്യവാദിയായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഗുരുവിനാൽ വസിഷ്ഠനാൽ നീ പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കണു, പരിത്യജിക്കപ്പെട്ടിരിക്കണു. എന്നിട്ട് എന്താ ഇപ്പൊ ചെയ്തത്? തം സമതിക്രമ്യ, ആ പ്രത്യാഖ്യാനത്തെ മറികടന്നുകൊണ്ട് ശാഖാന്തരം ഉപേയുവാൻ, ശാഖയെ അതിക്രമിച്ച് കടക്കുകയാണോ? അതായത് അച്ഛൻ പരിത്യജിച്ചു എന്ന് പറയുമ്പോൾ മക്കളുടെ അടുത്തേക്ക് വരാൻ എവിടെ നിന്നാ ധൈര്യം കിട്ടിയത്? അതൊരു മറ്റൊരു ശാഖയാണ്, ഒരേ വൃക്ഷം തന്നെയാണ്. ഒരേ വൃക്ഷത്തിലെ 2 ശാഖകളാണ്. അതായത് പുരോഹിതന്മാരുടെ ഒരു വൃക്ഷം, അതിൽ ഒരു ശാഖയാണ് വസിഷ്ഠൻ, മറ്റൊരു ശാഖയാണ് വസിഷ്ഠപുത്രന്മാര്. എന്നിട്ട് എങ്ങനെ പേടിയില്ലാതെ വസിഷ്ഠൻ പരിത്യജിച്ച ഒരാള് വസിഷ്ഠന്റെ പുത്രന്മാരുടെ അടുത്തേക്ക് വന്നു? ശാഖ മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവര് ചോദിച്ചു. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം പുരോധാഃ പരമാഗതി ന ചാതിക്രമിതും ശക്യം വചനം സത്യവാദിന. അല്ലയോ മഹാരാജാവേ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇക്ഷ്വാകു രാജാക്കന്മാർക്ക് അവരുടെ പുരോഹിതനാണ് ഏറ്റവും വലിയ ഗതി എന്ന്? അത് അങ്ങോട്ട് തന്നെ പറയാണ്. ഇക്ഷ്വാകൂണാം സർവേഷാം പുരോധാഹ പരമാഗതി. ഇക്ഷ്വാകു രാജാക്കന്മാർക്കൊക്കെ പുരോഹിതനാണ് ഏറ്റവും അന്തിമമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ആള്. ആ പറയണത് കേട്ടുകൊണ്ട് രാജാക്കന്മാർ മുമ്പാക്കം പോവുകയെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അങ്ങ് തന്നെയല്ലേ ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയുള്ള ഇക്ഷ്വാകു വംശത്തിലെ മഹാരാജാവായിട്ടുള്ള അങ്ങ് എന്നുവെച്ചാ അതിക്രമിതും ശക്യം വചനം സത്യവാദിന, സത്യവാദിന വസിഷ്ഠസ്യ വചനം, സത്യവാദിയായിട്ടുള്ള എന്നും സത്യസന്ധനായിട്ട് മാത്രം വർത്തിക്കുന്നവനായ ആ വസിഷ്ഠന്റെ വചനത്തെ, വാക്കുകളെ അതിക്രമിതും എന്നുവച്ച ശക്യം, അതിനെ അതിക്രമിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നു, വരേണ്ട കാര്യമില്ലായിരുന്നു, അത് പാടില്ല, അതാണ് എന്നാ ശക്യം, അങ്ങനെ ചെയ്യരുതായിരുന്നു. അതായത് വസിഷ്ഠൻ പറയാണ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മക്കൾ അത് മാറ്റിക്കൊടുക്കുമെന്ന് ഒരു തെറ്റായിട്ടുള്ള ചിന്തയാണ്. അദ്ദേഹം പറ്റില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്. മറ്റൊരു ശാഖ, അതായത് അവിടെ നിന്ന് വളർന്നു വന്നൊരു ശാഖയാണ്, ആ ശാഖയിൽ നിന്നും വളർന്ന മറ്റൊരു ഉപശാഖ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അത് എന്നാൽ ഞങ്ങൾ ചെയ്തു തരാം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. 4-ാമത്തെ ശ്ലോകം നോക്കാം. അശക്യമിതി സോവാച വസിഷ്ഠോ ഭഗവാൻ ഋഷി തം വയം വൈ സമാഹർത്തും ക്രതും ശക്താഃ കഥം തവ. ഭഗവാൻ ഋഷി വസിഷ്ഠ അശക്യമിതി ഉവാച.
സഹ വസിഷ്ഠ, ആ ഭഗവാൻ വസിഷ്ഠ മഹർഷി അങ്ങയോട് സശരീരനായിട്ട് സ്വർഗത്തിൽ പോവാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞുല്ലോ. അശക്യമിതി സഹ ഉവാച, വരാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുകയില്ല, ഈ ത്രിശങ്കുവിൻ്റെ കൂടെ വന്ന് യാഗം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മറികടക്കാൻ തം വയം വൈ സമാഹർത്തും ക്രതും ശക്താഹ കഥം, തം തവ ക്രതും, അങ്ങനെയുള്ളതായ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ യാഗത്തെ, ക്രതുവിനെ, സമാഹർത്തും കഥം വയം ശക്താഹ, ആ യാഗം ചെയ്യാൻ, സമാഹരിക്കുവാൻ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ യാഗം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കും? ഞങ്ങൾ ആ വസിഷ്ഠൻ്റെ പുത്രന്മാരല്ലേ. വസിഷ്ഠൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറ്റില്ല എന്ന് തന്നെ മറുപടി പറയാനുള്ളൂ. യാഗം ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലൊന്നും പോവാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല താനും. വസിഷ്ഠപുത്രന്മാരുടെ മറുപടിയും അവർക്കും സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു. എന്നിട്ട് പറയാണ് 5ാമത്തെ ശ്ലോകം, ബാലിശസ്ത്വം നരശ്രേഷ്ഠ ഗമ്യതാം സ്വപുരം പുനഃ യാജനേ ഭഗവാൻ ശക്തസ്ത്രൈലോക്യസ്യാപി പാർത്ഥിവ. ഇവർ പറയാണ്, അങ്ങ് ഇപ്പോൾ ചെറിയ കുട്ടികളെ പോലെ പെരുമാറാണ്. ത്വം നരശ്രേഷ്ഠ ത്വം ബാലിശ, അല്ലയോ രാജാവേ, നിങ്ങൾ ബാലിശമായിട്ട് പ്രവർത്തിക്കുന്നു, ബാലിശനായി തീർന്നിരിക്കുന്നു, കുട്ടികളെ പോലെയാണ് ചിന്തിക്കുന്നത്. ഈ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്കൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കുക പൊതുവെ കുട്ടികളാണ്. അതുകൊണ്ട് ഒരാൾ ആ വംശത്തിൽ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മറ്റൊരാൾ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതും ഒട്ടും ശരിയായില്ല. അതാണ് ബാലിശസ്ത്വം നരശ്രേഷ്ഠ സ്വപുരം പുനഃ ഗമ്യതാം, ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല, സ്വന്തം പുരത്തിലേക്ക്, അയോധ്യയിലേക്ക് അങ്ങ് തിരിച്ചു പൊക്കോളൂ. യാജനേ ഭഗവാൻ ശക്ത ത്രൈലോക്യസ്യ അഭിയാചനെ, 3 ലോകങ്ങളിൽ അതിലുള്ള ആൾക്കാർക്ക് മുഴുവനും യാഗം ചെയ്തു കൊടുക്കാൻ ശക്തനായിട്ടുള്ള ആളാണ് സ ഭഗവാൻ ഋഷി വസിഷ്ഠ. അല്ലയോ രാജാവേ പാർത്ഥിവ, 3 ലോകങ്ങളിലും വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി യാഗം ചെയ്യാൻ പറ്റുന്ന, അതിൽ പുരോഹിതനായിട്ട് വർത്തിക്കാൻ പറ്റുന്ന ഒരാളാണ് വസിഷ്ഠൻ. അദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും യാഗം ചെയ്യിക്കണമെങ്കിൽ ചെയ്യിച്ചോളൂ, അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞൊരു യാഗവും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. അത് ഈ മക്കളും തീർത്ത് ത്രിശങ്കുവിനോട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. 7ാമത്തേൻ്റെ ഒരു വരിയും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ. അവമാനം കഥം കർത്തും തസ്യ രക്ഷ്യാമഹേ വയം തേഷാം തദ്വചനം ശ്രുത്വാ ക്രോധപര്യാകുലാക്ഷരം സ രാജാ പുനരേവൈതാനിദം വചനമബ്രവീത്. ഇത് 7ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയാണ്. അപ്പോൾ ഈ മക്കള്, വസിഷ്ഠന്റെ മക്കള് പറയാണ്, അവമാനം കഥം കർത്തും തസ്യ രക്ഷ്യാമഹേ വയം, ഞങ്ങളെങ്ങനെ അദ്ദേഹത്തിന്, അതായത് പറ്റില്ല എന്ന് പറഞ്ഞ്, അതായത് ഈ യാഗം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വസിഷ്ഠൻ പറഞ്ഞുല്ലോ, അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ അച്ഛനെ പരിഹസിക്കുന്നത് പോലെയാവും. തസ്യ അവമാനം കഥം കർത്തും വയം രക്ഷ്യാമഹേ. തസ്യ എന്ന് പറഞ്ഞാൽ വസിഷ്ഠന് വരുന്ന ഒരു അപമാനം ഞങ്ങളെങ്ങനെ ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കത് രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ അച്ഛന് അപമാനം വരുന്നൊരു കാര്യം ഞങ്ങൾ ചെയ്ത ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റുമോ? വയം കഥം രക്ഷ്യാമഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ വാക്ക് കേട്ടിട്ട് തേഷാം തദ്വചനം ശ്രുത്വാ ക്രോധപര്യാകുലാക്ഷരം തദ്വചനം ശ്രുത്വാ, ക്രോധം പൂർണ്ണമായിട്ടുള്ള, അച്ഛനെ വെന്ന് തങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പുറപ്പെട്ട ത്രിശങ്കുവിനോടുള്ള ദേഷ്യം, ആ ദേഷ്യത്തോടു കൂടിയതായ തേഷാം തദ്വചനം ശ്രുത്വാ, ആ വസിഷ്ഠപുത്രന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് സ രാജ, ആ രാജാവായിട്ടുള്ള ത്രിശങ്കു പുനഃ വീണ്ടും ഏതാൻ ഇതം വചനം അബ്രവീത്, അവരോടായിട്ട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും പറയാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൈയൊഴിഞ്ഞു, ഇനി ഞാൻ എങ്ങോട്ടാണ് പോവുക, എൻ്റെ ഒരു മോഹം ഞാൻ ആരോടാണ് പറയുക, തുടങ്ങിയിട്ടുള്ളതായ ചോദ്യങ്ങൾ. അതൊക്കെ അടുത്ത ദിവസം നോക്കാം, അടുത്ത വരികളിൽ അത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ത്രിശങ്കു വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് എത്തുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം.
തതസ്ത്രിശങ്കോർവചനം ശ്രുത്വാ ക്രോധസമന്വിതം ഋഷിപുത്രശതം രാമ രാജാനമിതമബ്രവീത് പ്രത്യാഖ്യാതോസി ദുർമേധോ ഗുരുണാ സത്യവാദിനാ തം കഥം സമതിക്രമ്യ ശാഖാന്തരമുപേയിവാൻ ഇക്ഷ്വാകൂണാം ഹി സർവേഷാം പുരോധാഃ പരമാഗതി ന ചാതിക്രമിതും ശക്യം വചനം സത്യവാദിനഃ അശക്യമിതി സോവാച വസിഷ്ഠോ ഭഗവാൻ ഋഷി തം വയം വൈ സമാഹർത്തും ക്രതും ശക്താഃ കഥം തവ ബാലിശസ്ത്വം നരശ്രേഷ്ഠ ഗമ്യതാം സ്വപുരം പുനഃ യാചനേ ഭഗവാൻ ശക്തസ്ത്രൈലോക്യസ്യാപി പാർത്ഥിവ അവമാനം കഥം കർത്തും തസ്യ രക്ഷ്യാമഹേ വയം തേഷാം തദ്വചനം ശ്രുത്വാ ക്രോധപര്യാകുലാക്ഷരം സ രാജാ പുനരൈവേദാനിദം വചനമബ്രവീത്. ഇനി ത്രിശങ്കു അവരോട് വസിഷ്ഠൻ്റെ പുത്രന്മാരോട് പറയണ വാക്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.